Hi Cadets and welcome back to my channel. Cadets 2026 എയർഫോഴ്സ് എക്സ് ആൻഡ് വൈ മെഡിക്കൽ അസിസ്റ്റന്റ് നോട്ടിഫിക്കേഷൻ അപ്ഡേറ്റ് വന്നിട്ടുണ്ട്. എല്ലാ കുട്ടികളും എന്തായാലും ഫോം ഫില്ല് ചെയ്ത് കാണും. ലാസ്റ്റ് ഡേറ്റ് ആൾറെഡി കംപ്ലീറ്റ് ആയിരിക്കുകയാണ്. ഫെബ്രുവരി 8 ആയിരുന്നു ലാസ്റ്റ് ഡേറ്റ്. എക്സാം വരാൻ പോകുന്ന കുട്ടികളെ 2026 മാർച്ച് 30 ആൻഡ് 31 ആണ്. എല്ലാ കുട്ടികളും നല്ലപോലെ പ്രിപ്പറേഷൻ ചെയ്യുകയായിരിക്കും. ഇന്നത്തെ വീഡിയോയിൽ ഡീറ്റെയിൽ ആയിട്ട് ഒരു കാര്യമാണ് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യാൻ പോകുന്നത്. അതായത് എയർഫോഴ്സ് വൈ എന്ന് പറയുന്ന ഒരു ട്രേഡിലേക്ക് നിങ്ങൾക്ക് സെലക്ഷൻ കിട്ടണമെങ്കിൽ സ്റ്റേജ് 1 നിങ്ങൾ എത്ര മാർക്ക് സ്കോർ ചെയ്യണം, സ്റ്റേജ് 2 നിങ്ങൾ എത്ര മാർക്ക് സ്കോർ ചെയ്യണം എന്നീ കാര്യങ്ങളാണ്. മുൻ വർഷങ്ങളിലെ കട്ട് ഓഫും വളരെ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ അതനുസരിച്ച് നിങ്ങൾക്ക് നല്ല രീതിയിൽ നിങ്ങളുടെ സ്റ്റഡി മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുന്നതായിരിക്കും. മോക്ക് ടെസ്റ്റ് ഒക്കെ അറ്റൻഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് തന്നെ അറിയാൻ പറ്റും 50 ക്വസ്റ്റ്യൻ അറ്റൻഡ് ചെയ്യുന്നു, എത്ര മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്നു, 25 ആണോ 30 ആണോ 35 ആണോ. അപ്പോൾ അതനുസരിച്ച് നിങ്ങൾക്കും ഒരു ഐഡിയ കിട്ടും, എനിക്ക് ഫൈനൽ മെറിറ്റ് ലിസ്റ്റിൽ വരാൻ പറ്റും, എനിക്ക് ഫസ്റ്റ് സ്റ്റേജ് ക്രോസ് ചെയ്യാൻ പറ്റും എന്നീ കാര്യങ്ങളൊക്കെ. വീഡിയോ പരമാവധി ഷെയർ ചെയ്യുക. ഇതുപോലുള്ള അപ്ഡേറ്റ്സ് അറിയാൻ നിങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്തിരിക്കണം. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഷെയർ ചെയ്യുന്ന എയർഫോഴ്സ് വൈയുടെ മാത്രമാണ്. ഇതേ രീതിയിൽ എയർഫോഴ്സ് എക്സിൻ്റെയും അറിയാൻ ആഗ്രഹിക്കുന്നവർ കമൻറ്റ് ചെയ്യുക. വീഡിയോ പരമാവധി ഷെയർ ചെയ്യണം. ഷെയർ ചെയ്യാൻ മറക്കല്ലേ കുട്ടികളെ. നിങ്ങൾക്കും 2026 എയർഫോഴ്സ് എന്ന് പറയുന്ന ഒരു ഫോഴ്സിലേക്ക് ജോലി നേടണമെങ്കിൽ ധൈര്യമായിട്ട് നിങ്ങൾക്ക് നമ്മുടെ പ്ലാറ്റ്ഫോം ചൂസ് ചെയ്യാവുന്നതാണ്. അതേപോലെ തന്നെ എയർഫോഴ്സ് എക്സ് വൈ മെഡിക്കൽ അസിസ്റ്റൻറ്റ് എന്നീ ട്രേഡിൻ്റെ ഓൺലൈൻ ക്ലാസ്സുകൾ ആന ഡിഫൻസ് അക്കാഡമിയിൽ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ സ്റ്റാർട്ടിംഗ് ആയിട്ടേ ഉള്ളൂ. അറൗണ്ട് 2 വീക്കാണ് ഇപ്പോൾ കംപ്ലീറ്റ് ആയിരിക്കുന്നത്. ഇനിയും സിലബസ് ബാക്കിയുണ്ട്. മാർച്ച് 30 ആൻഡ് 31 മുന്നേ തന്നെ നിങ്ങളുടെ സിലബസ് കംപ്ലീറ്റ് ചെയ്യുന്നതായിരിക്കും. അതായത് മാർച്ച് 10 or 50 കിട്ടിയ നിങ്ങൾ സിലബസ് കംപ്ലീറ്റ് ആവും. അതിനുശേഷം പിന്നെ നിങ്ങൾക്ക് മോക്ക് ടെസ്റ്റും അതുപോലെ തന്നെ റിവിഷനും ചെയ്യാൻ പറ്റുന്നതായിരിക്കും. ഇപ്പോൾ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് താഴെ കാണുന്ന കോൺടാക്ട് നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ്. എയർഫോഴ്സ് എക്സ് വൈ മെഡിക്കൽ അസിസ്റ്റന്റ് സ്റ്റേജ് 1 മാത്രമല്ല ഇവിടെ നിങ്ങൾക്ക് ലഭിക്കുന്നത്. സ്റ്റേജ് 2 ഫിസിക്കൽ ട്രെയിനിങ്ങും SRTയും GDയും വരെ നിങ്ങൾക്ക് ഇവിടെ നിന്ന് ലഭിക്കുന്നതായിരിക്കും. ഫൈനൽ സെലക്ഷൻ വരെ നിങ്ങളുടെ ആന ഡിഫൻസ് അക്കാഡമി കാണും. അതുകൊണ്ട് ടൈം ലേറ്റ് ആക്കരുത്. ഈ ഒരു ചാൻസിൽ തന്നെ ജോലി നേടാൻ പരമാവധി ട്രൈ ചെയ്യുക. സോ സിറ്റ് ബാക്ക്, റിലാക്സ്, എൻജോയ് ദ വീഡിയോ. അപ്പോൾ നമുക്ക് ഓരോ കാര്യങ്ങളും ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ഫസ്റ്റ് ഓഫ് ഓൾ നിങ്ങൾ അറിയേണ്ട ഇമ്പോർട്ടൻറ്റ് അപ്ഡേറ്റ് ആണ്. എയർഫോഴ്സ് വൈ ഗ്രൂപ്പിലേക്ക് സെലക്ഷൻ കിട്ടണമെങ്കിൽ സ്റ്റാർട്ടിങ്ങിൽ നിങ്ങൾക്കൊരു കട്ട് ഓഫ് ക്രോസ് ചെയ്യണം. അവിടെ CBT എക്സാം ഉണ്ട്. അതിനുശേഷം പിന്നെ PSL ലിസ്റ്റ് വരും, പിന്നെ എൻറോൾമെന്റ് ലിസ്റ്റ് വരും. ഇതുവരെ നിങ്ങൾക്ക് എത്ര മാർക്കാണ് സ്കോർ ചെയ്യേണ്ടത് നിങ്ങൾ അറിഞ്ഞിരിക്കണം. നേവിയുടെ എക്സാം കമ്പയർ ചെയ്യുമ്പോൾ അവിടെ നിങ്ങൾക്ക് 2 എക്സാം അറ്റൻഡ് ചെയ്യേണ്ടി വരും. സ്റ്റേജ് 1 അതേപോലെ സ്റ്റേജ് 2. പക്ഷേ ഇവിടെ അങ്ങനെയല്ല. ഒരു എക്സാം മാത്രം നിങ്ങൾക്ക് അറ്റൻഡ് ചെയ്താൽ മതി. ഈ ഒരു ഒറ്റ എക്സാമിൽ തന്നെ നിങ്ങൾ മാക്സിമം മാർക്ക് സ്കോർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ സ്റ്റേജ് 2 ഫൈനൽ മെറിറ്റ് ലിസ്റ്റിൽ വരാൻ വളരെ ഈസി ആയിരിക്കും. എല്ലാ കാര്യവും ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പറയുന്നതായിരിക്കും. ശ്രദ്ധിച്ച് കാണുക ഈ ഒരു വീഡിയോ കേട്ടോ കുട്ടികളെ. ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് നോക്കാം കട്ട് ഓഫ്. അതിനു മുന്നേ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ഇമ്പോർട്ടന്റ് അപ്ഡേറ്റ് ആണ് CBT എക്സാം. CBT എക്സാം എന്ന് പറയുമ്പോൾ കുട്ടികൾ ഇവിടെ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടതാണ് എത്ര മാർക്കിന്റെയാണ് എക്സാം. ഏത് ഡിഫൻസ് ജോബിന് നിങ്ങൾ തയ്യാറെടുക്കുകയാണെങ്കിൽ ഈ ഒരു പോയിന്റ് നിങ്ങൾ വളരെ ക്ലിയർ ആയിട്ട് അറിഞ്ഞിരിക്കണം. എല്ലാ ഡിഫൻസ് ഫോഴ്സിനും എന്തായാലും റിട്ടേൺ എക്സാം ഉണ്ട്. അപ്പോൾ അവിടെ എത്ര മാർക്കിന്റെയാണ് എക്സാം നിങ്ങൾ അറിഞ്ഞിരിക്കണം. സിലബസ് ഏതൊക്കെയാണ് നിങ്ങൾ അറിഞ്ഞിരിക്കണം. ഓരോ സബ്ജക്റ്റിന്റെ മാർക്ക് എത്രയാണെന്ന് നിങ്ങൾ അറിഞ്ഞിരിക്കണം. അതായത് ആ ഒരു സബ്ജക്റ്റിൽ നിന്ന് എത്ര ക്വസ്റ്റ്യൻ ആണ് എക്സാമിന് വരുന്നത് എന്ന് പോലും നിങ്ങൾ തീർച്ചയായിട്ടും അറിഞ്ഞിരിക്കണം. അപ്പോൾ നമുക്ക് നോക്കാം. നോക്കൂ കുട്ടികളെ, സെലക്ഷൻ പ്രോസസ്സിലെ ഫസ്റ്റ് സ്റ്റേജിലാണ് നിങ്ങളുടെ റിട്ടേൺ എക്സാം വരുന്നത്. ഇത് സെലക്ഷൻ പ്രോസസ് 2 ആണ്. നമ്മുടെ അക്കാഡമിയിൽ ജോയിൻ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സ്റ്റേജ് 1 ഫുൾ അപ്ഡേറ്റ് കിട്ടും. അതായത് ക്ലാസ്സുകൾ കിട്ടും. സ്റ്റേജ് 2 ഫുൾ ഫിസിക്കൽ ട്രെയിനിങ്ങും അതേപോലെ തന്നെ കുട്ടികളെ ഈ SRTയുടെയും GDയുടെയും ക്ലാസ് നിങ്ങൾക്ക് ഇവിടെ നിന്ന് ലഭിക്കുന്നതായിരിക്കും. ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ള ഉടനെ തന്നെ ജോയിൻ ചെയ്യണം, മറക്കരുത് കേട്ടോ കുട്ടികളെ. അപ്പോൾ നമുക്ക് ഫേസ് 1 അപ്ഡേറ്റ് നോക്കാം. നോക്കൂ കുട്ടികളെ, എക്സാം പാറ്റേൺ എന്ന് പറഞ്ഞാൽ ഇതാണ്. ഇംഗ്ലീഷിൽ നിന്ന് ടോട്ടൽ 20 ക്വസ്റ്റ്യൻ വരുന്നതായിരിക്കും. റീസണിങ്ങിൽ നിന്നും ക്വസ്റ്റ്യൻ വരും, GKയിൽ നിന്നും ക്വസ്റ്റ്യൻ വരും, മാത്സിൽ നിന്നും ക്വസ്റ്റ്യൻ വരും. ഇത് ടോട്ടൽ 30 ക്വസ്റ്റ്യൻ ആണ്. ഇത് എങ്ങനെയാണ് ഡിവൈഡ് ചെയ്തിരിക്കുന്നത് നിങ്ങൾ അറിഞ്ഞിരിക്കണം. നമ്മുടെ കേരളത്തിലെ മിക്ക കുട്ടികൾക്കും അറിഞ്ഞുകൂടാ. റീസണിങ്ങിൽ നിന്ന് ടോട്ടൽ കുട്ടികളെ 15 ക്വസ്റ്റ്യൻ വരുന്നതായിരിക്കും. എത്രയാണ്? 15 ക്വസ്റ്റ്യൻ വരുന്നതായിരിക്കും. GKയിൽ നിന്ന് ടോട്ടൽ 9 ക്വസ്റ്റ്യൻ വരുന്നതായിരിക്കും. പിന്നെ മാത്സിൽ നിന്ന് ടോട്ടൽ 6 ക്വസ്റ്റ്യൻ വരുന്നതായിരിക്കും. ഇതേ രീതിയിലാണ് ഇത് ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇതനുസരിച്ച് വേണം നിങ്ങൾ പഠിക്കേണ്ടുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എക്സാം പാറ്റേൺ മനസ്സിലായല്ലോ. ടോട്ടൽ 50 ക്വസ്റ്റ്യൻ ആണ് വരുന്നത്. അതേപോലെ ടൈം 45 മിനിറ്റ്സ് ആണ്. നെഗറ്റീവ് മാർക്കിംഗ് എത്രയാണ്? 0.25 ആണ്. 0.25 45 മിനിറ്റ്സ് 50 ക്വസ്റ്റ്യൻ 20 പിന്നെ റീസണിങ് GK മാത്സ്. ഇതിൻ്റെ ഡീറ്റെയിൽഡ് വീഡിയോ ആൾറെഡി നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. എന്തോത്തിൻ്റെയാണ്? സിലബസിൻ്റെ. റീസണിങ് ഏതൊക്കെ പഠിക്കണം, GK ഏതൊക്കെ പഠിക്കണം, മാത്സ് ഏതൊക്കെ പഠിക്കണം, ഇംഗ്ലീഷ് ഏതൊക്കെ പഠിക്കണം എന്നതിനെക്കുറിച്ച് ആ ഒരു വീഡിയോ നിങ്ങൾ തീർച്ചയായിട്ടും കാണുക. അതനുസരിച്ച് വേണം നിങ്ങൾ പഠിച്ച് മുന്നോട്ട് പോകേണ്ടത്. എന്നാൽ മാത്രമേ നിങ്ങൾക്ക് സെലക്ഷൻ കിട്ടത്തുള്ളൂ. അല്ലാതെ ആർമിയുടെ സെയിം സിലബസ് എയർഫോഴ്സിന് പഠിച്ചിട്ട് കാര്യമില്ല. എയർഫോഴ്സിൻ്റെ സെയിം സിലബസും അതുപോലെ തന്നെ സെയിം ക്വസ്റ്റ്യനും നേവിക്ക് പഠിച്ചിട്ട് കാര്യമില്ല. എല്ലാത്തിൻ്റെയും ക്വസ്റ്റ്യൻ പാറ്റേൺ ഡിഫറൻ്റ് ആണ്. ആൾമോസ്റ്റ് GK മാത്രമാണ് കുറച്ച് സെയിം ആയിട്ട് വരുന്നത്. ബാക്കിയെല്ലാം ഡിഫറൻ്റ് ആണ്. ക്ലിയർ ആയല്ലോ? അപ്പോൾ നമ്മുടെ ഇനി നെക്സ്റ്റ് ഇമ്പോർട്ടൻറ്റ് അപ്ഡേറ്റ് ആണ്. അപ്പോൾ നിങ്ങൾക്ക് ഒരു കാര്യം മനസ്സിലായി, എത്ര മാർക്കിൻ്റെയാണ് എക്സാം വരുന്നതെന്ന്. ഇനി നമുക്ക് നോക്കാം ഫസ്റ്റ് സ്റ്റേജ് ക്വാളിഫൈ ചെയ്യാൻ എത്ര മാർക്ക് വേണം. എന്താണ് കുട്ടികളെ? ഫസ്റ്റ് സ്റ്റേജ് ക്വാളിഫൈ ചെയ്യാൻ എത്ര മാർക്ക് വേണം. ഇവിടെ 2 സ്റ്റേജാണുള്ളത്, സ്റ്റേജ് 1 സ്റ്റേജ് 2. നോക്കൂ കുട്ടികളെ, സെക്ഷണൽ കട്ട് ഓഫ് നിങ്ങൾ ക്രോസ് ചെയ്തിരിക്കണം. എന്നാൽ മാത്രമേ നിങ്ങൾക്ക് ഫസ്റ്റ് സ്റ്റേജിൽ വരാൻ പറ്റത്തുള്ളൂ. സെക്ഷണൽ കട്ട് ഓഫ് എന്താണെന്ന് പറഞ്ഞാൽ രാഗയുടേത് 7.5 മാർക്സ് ആണ്. രാഗ എന്ന് പറഞ്ഞാൽ എന്താണ്? റീസണിങ് ആൻഡ് ജനറൽ അവയർനെസ് ആണ്. അതാണ് രാഗ എന്ന് പറയുന്നത്.
നെക്സ്റ്റ് ആണ് ഇംഗ്ലീഷിന് നിങ്ങൾ 5 മാർക്സ് നേടിയിരിക്കണം. ഇത്രയും മാർക്ക് നിങ്ങൾ നേടിയില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആദ്യത്തെ കട്ട് ഓഫിൽ വരാൻ പറ്റത്തില്ല. മിനിമം നിങ്ങൾ ഇത്രയെങ്കിലും മാർക്ക് നിങ്ങൾ അച്ചീവ് ചെയ്തിരിക്കണം. എന്നാൽ മാത്രമേ നിങ്ങൾക്ക് ആദ്യത്തെ സ്റ്റേജ് ക്രോസ് ചെയ്യാൻ പറ്റത്തുള്ളൂ. മുൻ വർഷങ്ങളിലെ കേരളത്തിലെ കട്ട് ഓഫിൻ്റെ അപ്ഡേറ്റ് പറയുകയാണെങ്കിൽ ഏതൊക്കെ അപ്ഡേറ്റ് ആണ്? 01/2026 അപ്ഡേറ്റും 02/2026 അപ്ഡേറ്റും പറയുകയാണെങ്കിൽ കട്ട് ഓഫ് എന്ന് പറഞ്ഞാൽ 12.5 ആൻഡ് 12.9 ആയിരുന്നു വൈഡത്. 12.5 മാർക്ക് നേടിയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സ്റ്റേജ് 1 ക്രോസ് ചെയ്യാൻ പറ്റും. നിങ്ങളുടെ ടാർഗറ്റ് ഒരിക്കലും സ്റ്റേജ് 1 ആകരുത്. നിങ്ങളുടെ ടാർഗറ്റ് ഫൈനൽ മെറിറ്റ് ലിസ്റ്റ് ആയിരിക്കണം. ഈ ഒരു മാർക്ക് മാത്രം നേടിയിട്ട് സ്റ്റേജ് 2 പ്രിപ്പറേഷൻ ചെയ്തിട്ട് എന്തോ കാര്യം? നമ്മുടെ ടാർഗറ്റ് എന്ന് പറഞ്ഞാൽ ഫൈനൽ മെറിറ്റ് ലിസ്റ്റ് ആയിരിക്കണം. അതനുസരിച്ച് വേണം നിങ്ങൾ പഠിച്ച് മുന്നോട്ട് പോകേണ്ടത്. നമ്മുടെ അക്കാഡമിയിൽ ടാർഗറ്റ് ചെയ്യുന്നത് അത് തന്നെയാണ്. നിങ്ങൾ എൻ്റെ ഇൻസ്റ്റാഗ്രാം പേജൊക്കെ കാണുകയാണെന്നുണ്ടെങ്കിൽ അവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും. ആർമിയുടെയൊക്കെ നമ്മൾ ഡെയിലി അപ്ഡേറ്റ്സ് ഇടാറുണ്ട്. അവിടെ തന്നെ ഞാൻ മെൻഷൻ ചെയ്തിട്ടുണ്ട് ടാർഗറ്റ് ഫൈനൽ മെറിറ്റ് ലിസ്റ്റ്. അതായിരിക്കണം നമ്മുടെ ടാർഗറ്റ്. അല്ലാതെ ഏതെങ്കിലും ഒരു സ്റ്റേജ് ക്രാക്ക് ചെയ്തിട്ട് ഒരു കാര്യമില്ല. ടാർഗറ്റ് എപ്പോഴും എൻഡിങ് ആയിരിക്കണം. മനസ്സിലായി? സ്റ്റാർട്ട് ചെയ്യാൻ എല്ലാവർക്കും പറ്റും, പക്ഷേ എൻഡ് ചെയ്യാൻ എല്ലാവർക്കും പറ്റത്തില്ല സക്സസ്ഫുൾ ആയിട്ട്. അപ്പോൾ ടാർഗറ്റ് എപ്പോഴും ഫൈനൽ മെറിറ്റ് ലിസ്റ്റ് ആയിരിക്കണം. ഇനി നമുക്ക് മുൻ വർഷങ്ങളിലെ റിട്ടേൺ എക്സാമിൻ്റെ കട്ട് ഓഫും PSL ലിസ്റ്റിൻ്റെ കട്ട് ഓഫും അതുപോലെ തന്നെ എൻറോൾമെൻറ്റ് ലിസ്റ്റിൻ്റെ കട്ട് ഓഫും നമുക്ക് നോക്കാം. അതേപോലെ തന്നെ 2026 01/2026 ഇൻടേക്കിൻ്റെ അപ്ഡേറ്റ് നോക്കാം. നമുക്ക് കുട്ടികളെ 2025 അപ്ഡേറ്റ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഏത് അപ്ഡേറ്റ് ആണ്? 02/2025 അതേപോലെ തന്നെ 01/2025 അപ്ഡേറ്റ് പറയുകയാണെന്നുണ്ടെങ്കിൽ വൈഡാണ് ഞാൻ ഈ പറയുന്നത്. എയർഫോഴ്സ് വൈഡ് മെയിലിൻ്റെ റിട്ടേൺ എക്സാമിൻ്റെ കട്ട് ഓഫ് ആയിരുന്നു 34, ഫീമെയിലിൻ്റെ കട്ട് ഓഫ് ആയിരുന്നു 33. പിന്നെ 01/2025 ആണെന്നുണ്ടെങ്കിൽ 34, 33. PSL ലിസ്റ്റിൻ്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ 35 ആയിരുന്നു, ഫീമെയിലിൻ്റെ 36. പിന്നെ PSL ലിസ്റ്റ് 01/2025 ആണെന്നുണ്ടെങ്കിൽ 36 ആൻഡ് 37. ഇത് ഞാൻ 2025 ഇൻടേക്കിൻ്റെയാണ് പറയുന്നത്. ഇനി നമുക്ക് 2026 ഇൻടേക്കിൻ്റെ നോക്കാം. ഈ കാണുന്ന കുട്ടികൾ ഓൾ ഇന്ത്യ കട്ട് ഓഫ് ആണ്. മനസ്സിലായ? എയർഫോഴ്സിൻ്റെ കാര്യം പറയുമ്പോൾ ആദ്യത്തെ റിസൾട്ട് വരുമ്പോൾ തന്നെ അവിടെ 2 കട്ട് ഓഫ് ഉണ്ട്. സ്റ്റേറ്റ് വൈസ് കട്ട് ഓഫ് ഉണ്ട്, അതുപോലെ തന്നെ ഓൾ ഇന്ത്യ കട്ട് ഓഫ് ഉണ്ട്. സെയിം സ്റ്റേറ്റിൽ തന്നെ സെയിം ഗ്രൂപ്പിലേക്ക് 2 കുട്ടികൾ പാസ്സാവുകയാണെന്നുണ്ടെങ്കിലും ചില കുട്ടികളുടെ ലിസ്റ്റ് വരുമ്പോൾ നിങ്ങൾക്ക് കാണാം ബ്രാക്കറ്റിൽ മെൻഷൻ ചെയ്തിരിക്കും സ്റ്റേറ്റ് വൈസ് കട്ട് ഓഫ്, ചില കുട്ടികൾ ബ്രാക്കറ്റിൽ മെൻഷൻ ചെയ്തിരിക്കും ഓൾ ഇന്ത്യ കട്ട് ഓഫ് എന്ന്. അതായത് ആ കുട്ടിയുടെ മാർക്ക് ആ ഒരു സ്റ്റേറ്റിൻ്റെ സ്റ്റേറ്റ് വൈസ് കട്ട് ഓഫിനെക്കാട്ടി മാർക്ക് കൂടുതലാണെങ്കിലാണ് ബ്രാക്കറ്റിൽ സ്റ്റേറ്റ് വൈസ് കട്ട് ഓഫ് എന്ന് കാണിക്കുന്നത്. ഓൾ ഇന്ത്യ ലെവലിലെ മാർക്കിനെക്കാട്ടിയും കൂടുതലാണെന്നുണ്ടെങ്കിൽ ബ്രാക്കറ്റിൽ ഓൾ ഇന്ത്യ ലെവൽ എന്ന് കാണിക്കും. മനസ്സിലായോ? നിങ്ങളിപ്പോൾ 2025 ഇൻടേക്കിൻ്റെ PSL ലിസ്റ്റും അതുപോലെ റിട്ടേൺ എക്സാമിൻ്റെ റിസൾട്ടുമാണ് കണ്ടത്. ഇനി നോക്കാം ഈ ഒരു PSL ലിസ്റ്റിന് ശേഷം എൻറോൾമെന്റ് ലിസ്റ്റിൽ വരുമ്പോൾ എത്രയാണ് ഫൈനൽ മെറിറ്റ് ലിസ്റ്റ് വരാൻ പോകുന്നതെന്ന്. കേഡറ്റ്സ്, നിങ്ങളിവിടെ കണ്ടത് ഇപ്പം റിട്ടേൺ എക്സാമിൻ്റെയും അതുപോലെ തന്നെ PSL ലിസ്റ്റുമാണ്. ഇനി നമുക്ക് എൻറോൾമെന്റ് ലിസ്റ്റ് നോക്കാം. മനസ്സിലായോ? എയർഫോഴ്സിൻ്റെ അപ്ഡേറ്റ് പറയുകയാണെന്നുണ്ടെങ്കിൽ സ്റ്റാർട്ടിങ്ങിൽ നിങ്ങൾ റിട്ടേൺ എക്സാം ആണ്, അതിനുശേഷം നിങ്ങൾ സ്റ്റേജ് 2 വരും. ഈ സ്റ്റേജ് 2 തന്നെ മെഡിക്കൽ ഉണ്ട്. മെഡിക്കലിന് ശേഷം നിങ്ങൾക്ക് ഗ്രീൻ കാർഡ് ലഭിക്കും. ഗ്രീൻ കാർഡിന് ശേഷം പിന്നെ ഒരു ലിസ്റ്റ് വരും, അതാണ് PSL ലിസ്റ്റ് എന്ന് പറയുന്നത്. PSL ലിസ്റ്റ് കഴിഞ്ഞാൽ പിന്നെ ഒരു ലിസ്റ്റ് വരും, അതാണ് എൻറോൾമെന്റ് ലിസ്റ്റ് എന്ന് പറയുന്നത്. ആ എൻറോൾമെന്റ് ലിസ്റ്റിൽ തന്നെ 2 കാറ്റഗറി ഉണ്ട്. അവിടെ മെയിൻ കാറ്റഗറിയും അതായത് മെയിൻ ലിസ്റ്റും അതേപോലെ തന്നെ പിന്നെ ഒരു സ്റ്റാൻഡ് ബൈ ലിസ്റ്റും ഉണ്ട്. നമുക്ക് ആ ഒരു മെയിൻ ലിസ്റ്റിൽ വരണം. മനസ്സിലായോ? എന്താണ്? എൻറോൾമെന്റ് ലിസ്റ്റിൻ്റെ ആ ഒരു മെയിൻ ലിസ്റ്റിൽ വരണം. മെയിൻ ലിസ്റ്റിൽ വരണമെന്നുണ്ടെങ്കിൽ മാർക്ക് എത്ര സ്കോർ വേണമെന്ന് ഞാൻ പറഞ്ഞു തരാം. ഇത് 2025 അപ്ഡേറ്റ് ആണ് ഞാൻ പറയുന്നത്. നോക്കൂ കുട്ടികളെ, ഇതാണ് PSL ലിസ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ എൻറോൾമെന്റ് ലിസ്റ്റിൽ വരണമെന്നുണ്ടെങ്കിൽ ഈ ഒരു മാർക്കിനെ കാട്ടിയും എന്താണ് 1 മാർക്ക് നിങ്ങൾക്ക് എക്സ്ട്രാ ലഭിച്ചിരിക്കണം. 1 മാർക്ക് എന്ന് പറഞ്ഞാൽ ചില സമയങ്ങളിൽ 1 ആവാം, ചില സമയങ്ങളിൽ 2 ആവാം. ഇത്രയുമാണ് വേരിയേഷൻ വരാൻ സാധ്യതയുള്ളത്. മനസ്സിലായ കുട്ടികളെ? മെയിലിൻ്റെത് 1, അറൗണ്ട്ലി ഫീമെയിലിൻ്റെത് 1.5, 1.5, 1.7 ഇതിനിടയിൽ വേരിയേഷൻ വരുന്നതായിരിക്കും ഫൈനൽ മെറിറ്റ് ലിസ്റ്റ് വരുമ്പോൾ. ക്ലിയർ ആയല്ലോ? അപ്പോൾ നമുക്ക് 2026 ഇൻടേക്കിൻ്റെ അപ്ഡേറ്റ് ഒന്ന് നോക്കാം. നോക്കൂ കുട്ടികളെ, ഇത് ഓൾ ഇന്ത്യ കട്ട് ഓഫ് ആണ്. ഓൾ ഇന്ത്യ ലെവൽ കട്ട് ഓഫ് ആണ് ഞാൻ ഷെയർ ചെയ്യുന്ന വൈ ഗ്രൂപ്പിൻ്റെ. നമുക്ക് റിട്ടേൺ കട്ട് ഓഫ് 28 ആണ്. ഇത് 01/2026 ഇൻടേക്കിൻ്റെ ആണ്. ഈ ഒരു ഇൻടേക്കിൽ സെലക്ഷൻ കിട്ടിയ കുട്ടികൾ ഇപ്പോൾ ട്രെയിനിങ്ങിന് പോയി. ഈ ഒരു ഇൻടേക്കിൻ്റെ സ്റ്റേജ് 2 ഇപ്പോൾ സ്റ്റാർട്ട് ആയിക്കൊണ്ടിരിക്കുകയാണ്. ഈ ഒരു ഇൻഡെക്സിൻ്റെ 02/2026 കട്ട് ഓഫ് ഓൾ ഇന്ത്യ ലെവൽ ഇതായിരുന്നു. നമ്മുടെ കേരളത്തിലെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ വൈയുടെ കട്ട് ഓഫ് എന്ന് പറഞ്ഞാൽ 12.9 ആയിരുന്നു. 12.9 മാർക്സ് ആയിരുന്നു. 50 മാർക്കിൽ വെറും 12.9 മാർക്കായിരുന്നു സ്റ്റേജ് 1ൻ്റെ കട്ട് ഓഫ് എന്ന് പറയുന്നത്. പക്ഷേ നമുക്ക് സ്റ്റേജ് 1ൻ്റെ കട്ട് ഓഫ് അല്ല വേണ്ടുന്നത്, നമുക്ക് വേണ്ടത് ഫൈനൽ കട്ട് ഓഫ് ആണ്. നോക്കൂ കുട്ടികളെ, അപ്പോൾ ഓൾ ഇന്ത്യ PSL കട്ട് ഓഫ് 31 ആണ്. അതേപോലെ തന്നെ മെയിലിൻ്റെ ആണ് ഇത്. ഓൾ ഇന്ത്യ ഫീമെയിൽ PSL കട്ട് ഓഫ് 33.42 ആണ്. റിട്ടേൺ കട്ട് ഓഫ് എന്ന് പറഞ്ഞാൽ 29.5 ആണ്. ക്ലിയർ ആയല്ലോ? അപ്പോൾ നിങ്ങൾക്ക് എല്ലാ കാര്യങ്ങളും മനസ്സിലായ കാണും. ഈ ഇൻടേക്ക് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇതിൻ്റെ നിങ്ങൾ നോക്കണ്ടേ. ഇതിൻ്റെ ഇനി PSLും വരും, അതേപോലെ തന്നെ ഇതിൻ്റെ ഇനി ഫൈനൽ മെറിറ്റ് ലിസ്റ്റും വരുന്നതായിരിക്കും. അപ്പോൾ 2026 അപ്ഡേറ്റ് അനുസരിച്ച് റിട്ടേൺ കട്ട് ഓഫ് 28 ഓൾ ഇന്ത്യ, പിന്നെ PSL എന്ന് പറഞ്ഞാൽ 31 ആണ്. മെയിലിൻ്റെ ആണ്. ഫീമെയിലിൻ്റെ 33.42 ആണ്. പിന്നെ ഫീമെയിലിൻ്റെ റിട്ടേൺ കട്ട് ഓഫ് 29.5 ആണ്. കുട്ടികളെ നോക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഒരു റഫ് ഐഡിയ കിട്ടി. നിങ്ങൾക്ക് എയർഫോഴ്സ് വൈ ഗ്രൂപ്പിലേക്ക് സെലക്ഷൻ കിട്ടണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഫൈനൽ സ്കോർ എന്തായിരിക്കണം? അറൗണ്ട്ലി 31നും അതേപോലെ തന്നെ
35 മാർക്സിനും ഇടയിൽ ആയിരുന്നാൽ ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് സെലക്ഷൻ കിട്ടുന്നതായിരിക്കും. മനസ്സിലായ? ഇവിടെ രണ്ട് തരത്തിലുള്ള കട്ട് ഓഫ് ഉണ്ട്. സ്റ്റേറ്റ് വൈസ് കട്ട് ഓഫ് ഉണ്ട്, ഓൾ ഇന്ത്യ വൈസ് കട്ട് ഓഫ് ഉണ്ട്. അത് ഫൈനലിൽ എങ്ങനെയാണ് സെലക്ഷൻ ചെയ്യുന്നത്, അതിനകത്ത് കുറച്ച് ട്വിസ്റ്റ് ഉണ്ട്. അതിന് ഡീറ്റെയിൽഡ് കാര്യങ്ങൾ ഞാൻ സെപ്പറേറ്റ് വീഡിയോയിൽ ചെയ്യുന്നതായിരിക്കും. എന്നാലും നിങ്ങൾക്ക് 31 to 35 മാർക്സ് ഉണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് എയർഫോഴ്സ് വൈ ഗ്രൂപ്പിലേക്ക് സെലക്ഷൻ കിട്ടുന്നതായിരിക്കും. നിങ്ങളൊരു മെയിൽ കേഡറ്റ് ആണെങ്കിലും അതേപോലെ തന്നെ ഒരു ഫീമെയിൽ കേഡറ്റ് ആണ്. ക്ലിയർ ആയല്ലോ? അപ്പോൾ ഈ രീതിയിൽ നിങ്ങളെ എത്തിക്കാനാണ് നമ്മൾ പരമാവധി ട്രൈ ചെയ്യുന്നത്. അതേപോലെയുള്ള ക്ലാസ്സുകളായിരിക്കും നിങ്ങൾക്ക് ഇവിടെ നിന്ന് ലഭിക്കാൻ പോകുന്നത്. നമ്മുടെ ടാർഗറ്റ് സ്റ്റേജ് 1 അല്ല, സ്റ്റേജ് 2 ആണ്. അതും ഫൈനൽ മെറിറ്റ് ലിസ്റ്റിനകത്ത് മെയിൻ ലിസ്റ്റിൽ നമ്മൾ വരണം. അതായിരിക്കും നമ്മുടെ ടാർഗറ്റ് എന്ന് പറയുന്നത്. സ്റ്റാർട്ടിങ്ങിലെ സ്റ്റേറ്റ് വൈസ് കട്ട് ഓഫിൽ 12.9 മാർക്ക് നേടിയിട്ട് എന്താണ് കാര്യം? നമുക്ക് ഫൈനൽ മെറിറ്റ് ലിസ്റ്റിൽ എത്തണം. ക്ലിയർ ആയാലോ? അപ്പോൾ എല്ലാ കുട്ടികളുടെ എനിക്ക് പറയാനുള്ളത്, കുട്ടികൾ നല്ലപോലെ പഠിച്ചു തുടങ്ങണം. വേക്കൻസി നല്ലപോലെ ഉണ്ട്. ചാൻസ് ഒട്ട് നിങ്ങൾ മിസ് ചെയ്യരുത്. മാർച്ച് 30 and 31 ആണ് എക്സാം എന്ന് പറയുന്നത്. ഇതേപോലെ തന്നെ എയർഫോഴ്സ് എക്സിൻ്റെ വീഡിയോ നിങ്ങൾ ആഗ്രഹിക്കുന്ന കമൻറ്റ് ബോക്സിൽ മെൻഷൻ ചെയ്യണം. മെഡിക്കൽ അസിസ്റ്റൻ്റ് വീഡിയോ നിങ്ങൾ ആഗ്രഹിക്കുന്ന കമൻറ്റ് ബോക്സിൽ മെൻഷൻ ചെയ്യണം. ഡീറ്റെയിൽ ആയിട്ട് വീഡിയോ ഞാൻ നിങ്ങൾക്ക് കൊണ്ട് ഷെയർ ചെയ്യുന്നതായിരിക്കും. എയർഫോഴ്സിൻ്റെ നേവിയുടെ ഒക്കെ കറക്റ്റ് അപ്ഡേറ്റ് ഓൺലി ഇടുന്നത് ആൻഡ് ഡിഫൻസ് അക്കാഡമി മാത്രമാണ്. കുട്ടികളെ ഇനി ഞാൻ ക്ലാസിൻ്റെ അപ്ഡേറ്റ്സ് പറയാം. ഇതുവരെ എന്തായാലും നിങ്ങൾ വീഡിയോ കണ്ടു കാണും. അങ്ങോട്ടുള്ള വീഡിയോ കൂടി കാണുക. കാരണം ക്ലാസ്സും നിങ്ങൾക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പ്രോപ്പർ ക്ലാസ് ലഭിച്ചാൽ നിങ്ങൾക്ക് സെലക്ഷൻ കിട്ടത്തുള്ളൂ. അതും സിലബസ് അനുസരിച്ചിട്ടുള്ള. എയർഫോഴ്സ് XY അതേപോലെ മെഡിക്കൽ അസിസ്റ്റന്റിന്റെ ഓൺലൈൻ ക്ലാസ്സുകൾ നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. എക്സിന്റെ ടോട്ടൽ ഫീസ് 4000, Y 2500, മെഡിക്കൽ അസിസ്റ്റന്റ് 4000 ആണ്. ഡെയിലി ലൈവ് ക്ലാസ്സസ് ഉണ്ട്, റെക്കോർഡ് സെഷൻ ഉണ്ട്, ഡീറ്റെയിൽ സ്റ്റഡി മെറ്റീരിയൽ ഉണ്ട്, മോക്ക് ടെസ്റ്റ് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും, ഫിസിക്കൽ ട്രെയിനിങ്ങും ലഭിക്കും. അതേപോലെ തന്നെ നിങ്ങൾക്ക് ഇവിടെ നിന്ന് SRT ആൻഡ് GDയുടെ ഫുൾ അപ്ഡേറ്റും ലഭിക്കും. പ്രോപ്പർ ക്ലാസ്സുകളായിരിക്കും ലഭിക്കുന്നത്. എയർഫോഴ്സ് എക്സിന്റെ പ്രോപ്പർ +2 ബേസ്ഡ് ക്ലാസ്സുകൾ, ഫിസിക്സിന്റെയും അതേപോലെ മാത്സിന്റെയും ഇംഗ്ലീഷിന്റെയും. വൈയുടെ കാര്യം പറഞ്ഞാൽ അവിടെ റീസണിംഗ് പ്രോപ്പർ ക്ലാസ് കിട്ടും, നിങ്ങൾക്ക് ഇംഗ്ലീഷ് പ്രോപ്പറായിട്ട് കിട്ടും, GK പ്രോപ്പറായിട്ട് കിട്ടും, മാത്സ് പ്രോപ്പറായിട്ട് കിട്ടും. എല്ലാം വളരെ ക്ലിയർ ആയിട്ട് നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. അതുകൊണ്ട് ചാൻസ് മിസ് ചെയ്യരുത്. ഫീസ് വളരെ കുറവാണ്. ചാൻസ് മിസ് ചെയ്യരുത്. 2026 തന്നെ നിങ്ങൾ നിങ്ങളുടെ ഡ്രീം ജോബ് നേടിയിരിക്കണം. അപ്പോൾ നമുക്ക് വീഡിയോ വൈൻഡ് അപ്പ് ചെയ്യാം. അതിന് മുന്നേ കുട്ടികളെ 2 പ്ലാറ്റ്ഫോം ഞാൻ ഷെയർ ചെയ്യുകയാണ്. ഫോളോ ചെയ്യാൻ മറക്കരുത്. കറക്റ്റ് അപ്ഡേറ്റ് കറക്റ്റായിട്ട് കിട്ടും. എല്ലാവരുടെയും വാട്സപ്പ് ഉണ്ട്. അപ്പോൾ എന്താണ് ചെയ്യേണ്ടത്? ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക, ഉടനെ ജോയിൻ ചെയ്യുക. മറ്റ് ഗ്രൂപ്പിലേക്ക് ആക്റ്റീവ് ആകുമ്പോൾ വെറുതെ ഒന്ന് കയറി നോക്കുക. എല്ലാ ദിവസവും കറക്റ്റ് അപ്ഡേറ്റ് നിങ്ങൾക്ക് കിട്ടും. ലേറ്റസ്റ്റ് ആയിട്ട് എന്തെങ്കിലും അപ്ഡേറ്റ് വരികയാണെന്നുണ്ടെങ്കിൽ വേറെ ഒരു പ്ലാറ്റ്ഫോമിലും പോകേണ്ട ആവശ്യമില്ല. പിന്നെ ലോങ് വീഡിയോസിന് ലിങ്ക് നമ്മൾ ഇവിടെ ഇടുന്നതായിരിക്കും. ക്ലിയർ? ഫൈനലി എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഈ 2 നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. എല്ലാ അപ്ഡേറ്റും കറക്റ്റായിട്ട് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. ഇവിടെ നിന്ന് എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും, നിങ്ങളുടെ പേഴ്സണൽ ഡൗട്ട് ആണെങ്കിലും കോഴ്സിനെ കുറിച്ചുള്ള ഡൗട്ട് ആണെങ്കിലും എന്ത് കാര്യങ്ങൾക്കാണെങ്കിലും ധൈര്യമായിട്ട് നിങ്ങൾ കോൺടാക്ട് ചെയ്യാം. വീഡിയോ ഷെയർ ചെയ്യാൻ മറക്കരുത്. എയർഫോഴ്സ് വൈ ഗ്രൂപ്പിന് തയ്യാറെടുക്കുന്ന എല്ലാ കുട്ടികളും അറിഞ്ഞിരിക്കണം എത്ര മാർക്ക് ഞാൻ സ്കോർ ചെയ്യണം. ചില കുട്ടികളൊക്കെ പറയും, സാർ 15 മാർക്ക് നേടിയാൽ മതിയോ, 20 മാർക്ക് നേടിയാൽ മതിയോ, എനിക്ക് ജോലി കിട്ടുമോ? നോ, നമുക്ക് അങ്ങോട്ടും പഠിക്കണം, നല്ലപോലെ പഠിക്കണം. എയർഫോഴ്സ് വൈ എന്ന് പറഞ്ഞാൽ നല്ലൊരു ഫോഴ്സ് ജോബാണ്. ആ സ്റ്റാൻഡേർഡ് ജോബിന് വേണ്ടി നമ്മൾ അത്രയെങ്കിലും പഠിക്കണം. +2 ലെവലുള്ള എക്സാമാണ്. മനസ്സിലായി? അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു സോ മച്ച്. ജയ് ഹിന്ദ്.